ഇനി അടുത്ത് ലോക കാലാവസ്ഥാ സംഘടന. ലോക കാലാവസ്ഥാ സംഘടന ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയായി മാറിയ വർഷം 1951. WMO അഥവാ വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ സ്ഥാപിതമായ വർഷം 1980. WMOയുടെ ആസ്ഥാനമാണ് ജനീവ. WMOയുടെ മുൻഗാമിയാണ് ഇന്റർനാഷണൽ മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ അഥവാ IMO. IMO സ്ഥാപിതമായ വർഷം 1873. നമ്മൾ ആദ്യം ഒരു IMO പഠിച്ചു, അത് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ ആണ്. എന്നാൽ ഇപ്പം നമ്മൾ വായിച്ചില്ലേ ഇന്റർനാഷണൽ മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഈ ലോക കാലാവസ്ഥാ സംഘടനയുടെ മുൻഗാമിയാണ്. അതും വേറെയാണ്. ഈ ലോക കാലാവസ്ഥ റിലേറ്റഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ, അതായത് ആ IMO സ്ഥാപിതമായത് 1873. ലോക കാലാവസ്ഥയും മറ്റ് അന്തരീക്ഷ പ്രതിഭാസങ്ങളെയും കുറിച്ച് പഠനം നടത്തി വിവര കൈമാറ്റം നടത്തുക ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയാണ് ലോക കാലാവസ്ഥാ സംഘടന. ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കം മുൻകൂട്ടി കണ്ടറിഞ്ഞ് സൂചന നൽകുന്നതിനായി അന്താരാഷ്ട്ര കാലാവസ്ഥാ സംഘടനയുടെ നോഡൽ സെന്ററായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് 2020 അഥവാ COP26 വേദി ഗ്ലാസ്ഗോ, UK ഗ്ലാസ്ഗോ കോവിഡ് വ്യാപനത്തെ തുടർന്ന് 2021 മാറ്റിവെച്ചു. UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് 2022 അഥവാ COP26 വേദി ഷാർമേൽ ഷാഹിഖ്, ഈജിപ്തിലെ ഷാർമേൽ ഷൈഖാണ്. UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് 2023 COP28 വേദി UAE ആണ്. UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് 2024 അഥവാ COP29 വേദി ബക്കു ആണ്, അസർബൈജാൻ. UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് 2025 അഥവാ COP30 വേദിയാണ് ബെലീം, ബ്രസീലിലെ ബെലീം. ഐക്യരാഷ്ട്ര അഭയാർത്ഥി കമ്മീഷൻ UNHCR അഥവാ യുണൈറ്റഡ് നേഷൻ ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജി സ്ഥാപിതമായത് 1950 ഡിസംബർ 14. UNHCRന്റെ ആസ്ഥാനമാണ് ജനീവ. ആഗോളതലത്തിൽ അഭയാർത്ഥി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി രൂപീകൃതമായ സംഘടനയാണ് ഐക്യരാഷ്ട്ര അഭയാർത്ഥി കമ്മീഷൻ. UNHCRന്റെ സമാധാന നൊബേൽ സമ്മാനം കിട്ടിയ വർഷം 1984, 1981. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അഥവാ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി രൂപീകൃതമായത് 1957 ജൂലൈ 29. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനമാണ് വിയറ്റ്നാം, ഓസ്ട്രിയയിലെ വിയറ്റ്നാം. IAEAയുടെ അംഗസംഖ്യ 180 ആണ് 2024 നവംബർ പ്രകാരം. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ പ്രഖ്യാപിത നയം ആണവോർജം സമാധാനത്തിന്, ആറ്റംസ് ഫോർ പീസ്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് 2005. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ സേഫ് ഗാർഡ് ഓഫീസസ് സ്ഥിതി ചെയ്യുന്നത് ടൊറന്റോ, കാനഡയിലെ ടൊറന്റോ, ടോക്കിയോ, ജപ്പാനിലെ ടോക്കിയോ എന്നിവിടങ്ങളിലാണ്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ പ്രഥമ അധ്യക്ഷൻ സ്റ്റെർലിംഗ് കോളയാണ്. IAEAയുടെ നിലവിലെ തലവനാണ് റാഫേൽ മരിയാനോ ഗ്രോസി. 180ാമത്തെ അംഗമാണ് സോമാലിയ. ഐക്യരാഷ്ട്ര വ്യാപാര വികസന ചർച്ചാ സമിതി UNCTAD അഥവാ യുണൈറ്റഡ് നാഷണൽ കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് സ്ഥാപിതമായ വർഷം 1964. UNCTADയുടെ ആസ്ഥാനമാണ് ജനീവ. UNCTADയുടെ അംഗസംഖ്യയാണ് 195. UNCTADന്റെ നിലവിലെ സെക്രട്ടറി ജനറലാണ് റെബേക്ക ഗ്രെൻസ്പൻ. വ്യാപാരത്തിലൂടെ വികസിത രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക വളർച്ച മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകൃതമായ സംഘടനയാണ് ഐക്യരാഷ്ട്ര വ്യാപാര വികസന ചർച്ചാ സമിതി. ഇനി അടുത്ത ഐക്യരാഷ്ട്ര വികസന സംഘടന. ഐക്യരാഷ്ട്ര വികസന പരിപാടി യുണൈറ്റഡ് നാഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം നിലവിൽ വന്ന വർഷം 1965. അംഗരാജ്യങ്ങളുടെ മാനവശേഷി, ജീവിത നിലവാരം വിലയിരുത്തൽ, ആവശ്യമായ സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് സൂചിക തയ്യാറാക്കുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് ഐക്യരാഷ്ട്ര വികസന പരിപാടി. ഐക്യരാഷ്ട്ര വികസന പരിപാടി പ്രസിദ്ധീകരിക്കുന്ന വാർഷിക പഠന റിപ്പോർട്ടാണ് മാനവശേഷി വികസന റിപ്പോർട്ട്. രാജ്യങ്ങളുടെ മാനവശേഷി നിർണ്ണയിക്കുന്നതിന് UNDP മാനദണ്ഡമാക്കുന്ന വസ്തുതകൾ: സാക്ഷരത, ആയുർദൈർഘ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം. മാനവ വികസന സൂചിക എന്ന ആശയത്തിന് രൂപം നൽകിയ വർഷം 1990. മാനവ വികസന റിപ്പോർട്ടിലെ ആമുഖം തയ്യാറാക്കുന്നതിൽ പ്രമുഖ പങ്കുവഹിച്ച ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ സെൻ. ആസ്ഥാനം ന്യൂയോർക്ക്. 2023-24 മാനവശേഷി വികസന റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 134 ഒന്നാമത് സ്വിറ്റ്സർലാൻഡ് ആണ്. ഇനി അടുത്ത് ഐക്യരാഷ്ട്ര വ്യവസായ വികസന സംഘടന. അന്താരാഷ്ട്ര വ്യാവസായിക സഹകരണവും വ്യാവസായിക വികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള UN സംഘടനയാണ് ഐക്യരാഷ്ട്ര വ്യവസായ വികസന സംഘടന. 1985 ഐക്യരാഷ്ട്ര വ്യവസായ വികസന സംഘടന UNന്റെ പ്രത്യേക ഏജൻസിയായി മാറി.
UNIDO അഥവാ യുണൈറ്റഡ് നേഷണൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ സ്ഥാപിതമായ വർഷം 1966. UNIDOയുടെ ആസ്ഥാനമാണ് വിയറ്റ്നാം. നിലവിലെ ഡയറക്ടർ ഗ്രെഡ് മുല്ലറാണ്. ഇനി ബൗദ്ധിക സ്വത്തവകാശം. ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടന അഥവാ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ നിലവിൽ വന്ന വർഷം 1967. ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് യുണൈറ്റഡ് ഇന്റർനാഷണൽ ബ്യൂറോസ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അഥവാ BIRPI ആണ്. ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടന ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രത്യേക ഏജൻസിയായ വർഷം 1974. 1970 BIRPI ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടന WIPO എന്ന് പുനർനാമകരണം ചെയ്തു. ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടനയുടെ ആസ്ഥാനമാണ് ജനീവ. ലോക ബൗദ്ധിക സ്വത്തവകാശ ദിനം ഏപ്രിൽ 26. WIPOയുടെ നിലവിലെ ഡയറക്ടർ ജനറലാണ് ഡാരൻ തങ്. ലോക പരിസ്ഥിതി സംഘടന 1972 ജൂൺ 5 മുതൽ 16 വരെ UN ആഭിമുഖ്യത്തിൽ നടന്ന സ്റ്റോക്ക്ഹോം കോൺഫറൻസിന്റെ റിപ്പോർട്ട് പ്രകാരം നിലവിൽ വന്ന സംഘടനയാണ് ലോക പരിസ്ഥിതി സംഘടന. യുണൈറ്റഡ് നേഷണൽ എൻവയോൺമെന്റൽ പ്രോഗ്രാം UNEP സ്ഥാപിതമായത് 1972 ഡിസംബർ 15. ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ജൂൺ 5. UNEPയുടെ ആസ്ഥാനമാണ് നെയ്റോബി, കെനിയ. UNEPയുടെ മുദ്രാവാക്യം എൻവയോൺമെന്റ് ഫോർ ഡെവലപ്മെന്റ്. ലോക പരിസ്ഥിതി ദിനം 2020 ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് കൊളംബിയ. ലോക പരിസ്ഥിതി ദിനം 2021 ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. ലോക പരിസ്ഥിതി ദിനം 2022 ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് സ്വീഡൻ. ലോക പരിസ്ഥിതി ദിനം 2023 ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് കോട്ട് ഡി ഐവർ, ഐവറി കോസ്റ്റ്. ലോക പരിസ്ഥിതി ദിനം 2024 ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് സൗദി അറേബ്യ. ലോക പരിസ്ഥിതി ദിനം 2025 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് സൗത്ത് കൊറിയ. ലോക പരിസ്ഥിതി ദിനം 2026 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് അസർബൈജാൻ. ഇന്ത്യയുടെ റീജിയണൽ അംബാസഡറായി UNEPയുടെ ടുൻസ എക്കോ ജനറേഷനിൽ നിയമിതയായ ഇന്ത്യൻ ബാലികയാണ് ഖുഷി ചിന്താലിയ.